ഫ്രണ്ട്സ്, ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ, റോയപുരം റെയിൽവേ സ്റ്റേഷൻ. റോയപുരം റെയിൽവേ സ്റ്റേഷൻ ദക്ഷിണേന്ത്യയുടെ ഗതാഗത ചരിത്രത്തിന് മാറ്റം കൊണ്ടുവന്ന സ്റ്റേഷൻ കാലങ്ങൾ താണ്ടി ഇന്നും പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്നു. സബർബൻ ട്രെയിനുകൾക്കായി സ്റ്റേഷനിൽ എല്ലാ സൗകര്യവുമുണ്ട്. ഇന്ന് ഞായറാഴ്ചയായതിനാൽ തിരക്കൽപ്പം കുറവാണ്. ഫ്രണ്ട്സ്, ദക്ഷിണ ഭാരതത്തിൽ നൂറുകണക്കിന് റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. എന്നാൽ അവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഒരിക്കലെങ്കിലും ട്രെയിൻ യാത്ര ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റേഷനാണിത്, റോയപുരം റെയിൽവേ സ്റ്റേഷൻ. വില്യം അഡൽഫി ട്രേസി എന്ന ആർക്കിടെക്റ്റാണ് റോയപുരം സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തത്. അന്നത്തെ പൂർണ്ണ രൂപത്തിൽ ഇന്ന് സ്റ്റേഷൻ ഇല്ലെങ്കിലും പ്രധാന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജൂൺ 28 റോയപുരം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം നടന്നത്. 1922 വരെ മദ്രാസ് സത്യം മഹാരാഷ്ട്ര റെയിൽവേയുടെ ആസ്ഥാനം റോയപുരം സ്റ്റേഷനായിരുന്നു. ഫ്രണ്ട്സ്, 1856 ജൂലൈ 1 ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ ട്രെയിൻ ഈ സ്റ്റേഷനിൽ നിന്ന്, റോയപുരം സ്റ്റേഷനിൽ നിന്ന് മുന്നോട്ട് മെല്ലെ നീങ്ങി. റോയപുരത്ത് നിന്ന് അമ്പൂർ വരെയും റോയപുരം സ്റ്റേഷനിൽ നിന്ന് തിരുവള്ളൂർ വരെയും 2 സർവീസുകളാണ് അന്നത്തെ ദിവസം നടത്തിയത്. ദക്ഷിണ ഭാരതത്തിൻ്റെ ഗതാഗത ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് 1856 ജൂലൈ 1. ഏഷ്യയിൽ ഇന്നും സജീവമായുള്ള ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷനാണ് റോയപുരം റെയിൽവേ സ്റ്റേഷൻ. ഇന്ന് റോയപുരം പ്രധാനമായും സബർബൻ ട്രെയിനുകൾക്കായി ഉപയോഗിക്കുന്നുവെങ്കിലും ചില ദീർഘദൂര ട്രെയിനുകളും എത്താറുണ്ട്. ഇത് സ്റ്റേഷനിലെ ഗണപതി ക്ഷേത്രം. സ്റ്റേഷന്റെ നിർമ്മാണ കാലത്ത് തൊഴിലാളികൾ നിർമ്മിച്ചതാണ് ഈ ഗണപതി ക്ഷേത്രമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗണേശൻ ഇന്നും ഈ പുരാതന റെയിൽവേ സ്റ്റേഷന്റെ രക്ഷകനായി നിലകൊള്ളുന്നു. സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. അരികിൽ തന്നെയാണ് ചെന്നൈ തുറമുഖം. കൊക്കുകളെ പോലെ നിലയുറപ്പിച്ച ക്രെയിനുകൾ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുറമുഖത്തേക്ക് ചരക്ക് നീക്കം നടന്നിരുന്നത് റോയപുരം റെയിൽവേ സ്റ്റേഷൻ വഴിയാണ്. ട്രെയിൻ എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന കേന്ദ്രമാണിത്. ഫ്രണ്ട്സ്, 1873 ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ നിലവിൽ വരുന്നത് വരെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനായിരുന്നു റോയപുരം റെയിൽവേ സ്റ്റേഷൻ. തമിഴ്നാട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ജസ്റ്റിസ് പത്മനാഭൻ കമ്മിറ്റി സംസ്ഥാനത്തെ 800 പൈതൃക ഘടനകളിലൊന്നായി റോയപുരം സ്റ്റേഷനെ തിരഞ്ഞെടുത്ത് A1 ഗ്രേഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു.
നമ്മളിപ്പോൾ കാണുന്ന ഈ പാലത്തിന് സ്റ്റേഷനോളം തന്നെ പഴക്കമുണ്ട്. ഇന്നും അത് കരുത്തോടെ നിലകൊള്ളുന്നു. എത്രയോ വർഷങ്ങളായി കർമ്മപഥത്തിൽ തലയുയർത്തി നിലകൊള്ളുകയാണ് റോയപുരം റെയിൽവേ സ്റ്റേഷൻ. ആയിരത്തി 1850 സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. 1856 നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് സ്റ്റേഷൻ പ്രവർത്തനത്തിന് സജ്ജമായി. സബർബൻ ട്രെയിനുകളുടെ തിരക്കുള്ള സ്റ്റേഷനാണ് റോയപുരം സ്റ്റേഷൻ. ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്. അതാണ് തിരക്ക് കുറവ് അനുഭവപ്പെടുന്നത്. സെൻട്രൽ സ്റ്റേഷനും എഗ്മോറും സജീവമായതോടെ റോയപുരം അല്പം പിന്നിലായെങ്കിലും ഇന്നും സജീവമായി തന്നെ റോയപുരം സ്റ്റേഷൻ നിലകൊള്ളുന്നു. ആദ്യമായി ചൂളം വിളിച്ച് തീവണ്ടി നീങ്ങിയത് ഇവിടെ നിന്നാണ്. ദക്ഷിണേന്ത്യക്ക് ഉണർവ് പകർന്നത് തന്നെയായിരുന്നു ട്രെയിനിന്റെ കന്നിയാത്ര. ഇവിടെ നിന്നാണ് ആദ്യത്തെ ട്രെയിൻ മുന്നോട്ട് നീങ്ങിയത്. ആദ്യ യാത്ര റോയപുരം മുതൽ അമ്പൂർ വരെയായിരുന്നു. അക്കാലത്തെ ഒരു ബെഞ്ചാണിത്. ഇതിനെ ഇന്ന് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്നു. മദ്രാസ് സദേൺ മഹാരാഷ്ട്ര റെയിൽ മുദ്രയാണ് MSMR. സ്റ്റേഷന് പുറത്തുള്ള ടിക്കറ്റ് കൗണ്ടർ, തൊട്ടരികിൽ തന്നെ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. സ്റ്റേഷന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ധാരാളം പാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പലതും ഇന്ന് ഉപയോഗത്തിലുള്ളതല്ല. ഒരു കാലത്ത് തിരക്കേറിയ സ്റ്റേഷനായിരുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് അവയെല്ലാം. ദക്ഷിണേന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ കയറിയ ട്രെയിൻ മുന്നോട്ട് നീങ്ങുകയാണ്.
1856 ജൂലൈ 1 ആദ്യത്തെ ട്രെയിൻ നീങ്ങിയ അതേ വഴിയിലൂടെ അതേ ദിശയിലേക്ക് എൻ്റെ യാത്ര.